തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് വൈഷ്ണ സുരേഷ് എന്ന 24-കാരിയായിരുന്നു. ഏറെ വിവാദമായതും വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയതോടെ വൈഷ്ണയ്ക്ക് മത്സരിക്കാനാകില്ല എന്നതായിരുന്നു സാഹചര്യം. എന്നാൽ ഇന്നത്തെ ഹൈക്കോടതി ഇടപെടൽ വൈഷ്ണയ്ക്കും കോൺഗ്രസിനും ഒരു പരിധിവരെ ആശ്വാസകരമാണ്. ഒപ്പം CPIMന്റെ രാഷ്ട്രീയ നീക്കത്തിന് തിരിച്ചടിയാണെന്ന് കൂടി കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. അനാവശ്യ രാഷ്ട്രീയ കളികൾ ഒഴിവാക്കി വൈഷ്ണയ്ക്ക് മത്സരിക്കാൻ അവസരം ഒരുക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. മുട്ടട വാർഡ് പിടിച്ചെടുക്കാൻ വൈഷ്ണ തന്നെ എത്തുമോ? മത്സരിക്കുന്ന കാര്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് വൈഷ്ണ സുരേഷ് പറഞ്ഞു. കോടതിയിൽ പൂർണ്ണ വിശ്വാസമാണെന്നും വൈഷ്ണ പറഞ്ഞു. കോടതി നിർദ്ദേശം CPIMന് താക്കീതാണെന്നും കേരളം ഏറ്റെടുത്ത സ്ഥാനാർത്ഥിത്വമാണ് വൈഷ്ണയുടേതെന്നും KS ശബരിനാഥനും പറഞ്ഞു. കോടതിയിലും നിയമങ്ങളിലുമെല്ലാം നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായി ഒന്നും തന്നെ പറയാനില്ല. നമുക്ക് അനുയോജ്യമായ ഒരു വിധി തന്നെ വരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. തീർച്ചയായും പ്രചാരണം പുനരാരംഭിക്കാൻ തന്നെയാണ് പാർട്ടി നിർദ്ദേശവും. അതുപോലെ തന്നെ മുന്നോട്ട് പോകും. പാർട്ടിക്ക് പറയാനുള്ളത് CPIM എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം അവർക്കത് ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ ഇതാണ്. അവർ രാഷ്ട്രീയമായി പോരാടും, നമ്മൾ രാഷ്ട്രീയം മറുപടി പറയാം. പക്ഷേ ഇതിന് ഒത്താശ നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ നല്ല താഴോട്ട് ഈ പേപ്പറൊക്കെ വെരിഫൈ ചെയ്യുന്ന ചില മാന്യ അദ്ദേഹങ്ങളുണ്ട്. ആ മാന്യ അദ്ദേഹങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടിയായിട്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകും. വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് അനീതിയാണ് എന്നാണ് ഹൈക്കോടതിയും പറഞ്ഞത്. സാങ്കേതിക കാരണങ്ങളാൽ മത്സരിപ്പിക്കാതെ ഇരിക്കരുത് എന്നാണ് ഹൈക്കോടതിയുടെ നിലപാട്. ഒരു ചെറുപ്പക്കാരി മത്സരിക്കാൻ വരുമ്പോൾ ഇങ്ങനെയാണോ കാണിക്കേണ്ടത് എന്നും കോടതി ചോദിച്ചു. ഹർജിയിൽ കക്ഷി ചേരണമെന്ന കോർപ്പറേഷൻ ആവശ്യത്തിനെതിരെയും കോടതിയുടെ വിമർശനമുണ്ടായി. കോൺഗ്രസ് മുട്ടട വാർഡ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന് CPIM പരാതിപ്പെട്ടു. കോർപ്പറേഷനിലെ ഏതെങ്കിലും വാർഡിൽ പേരുണ്ടെങ്കിൽ കൗൺസിലിലേക്ക് മത്സരിക്കാനാകൂ. വൈഷ്ണയുടെ വോട്ടർ പട്ടിക അപേക്ഷയിൽ കെട്ടിട നമ്പർ TC 18/564 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ നമ്പറിൽ താമസിക്കുന്നത് മറ്റൊരു കുടുംബമാണ്. അവിടെ വാടകക്കാരില്ല എന്നുമാണ് CPIM പറയുന്നത്. CPIMന്റെ പരാതിയും വൈഷ്ണയുടെ അപേക്ഷയും പരിഗണിച്ച് ഹിയറിംഗ് നടത്തിയതിന് ശേഷം വൈഷ്ണയുടെ പേര് സപ്ലിമെൻ്ററി വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയായിരുന്നു. താൻ താമസിക്കുന്നത് TC 18/2365 നമ്പറിലാണ് എന്നാണ് വൈഷ്ണ പറയുന്നത്. മുട്ടട വാർഡിലെ കുടുംബ വീടിൻ്റെ വിലാസമാണ് രേഖകളിലുള്ളത്. വോട്ടർ ID കാർഡ് അടക്കം എല്ലാ രേഖകളിലും ഇതേ വിലാസമാണ് എന്നും വൈഷ്ണ പറയുന്നു. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ വോട്ട് ചെയ്തത് ഈ രേഖകൾ ഉപയോഗിച്ചാണ്. യഥാർത്ഥ വീട്ടു നമ്പർ അറിയിച്ചുള്ള സത്യവാങ്മൂലം തെരഞ്ഞെടുപ്പ് സെൽ ഉദ്യോഗസ്ഥർ കൈപ്പറ്റിയില്ല എന്നുമാണ് വൈഷ്ണ ആരോപിക്കുന്നത്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയതിനെതിരെ വൈഷ്ണ സുരേഷ് കളക്ടർക്ക് അപ്പീൽ നൽകി. 1.5 മണിക്കൂർ കാത്തു നിന്നിട്ടും കളക്ടറെ കാണാനായില്ല എന്നാണ് ആക്ഷേപം. അപ്പീൽ സ്വീകരിച്ചത് ADM ആണ്. രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി കളക്ടർ മനഃപൂർവ്വം കാണാതിരുന്നു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. കരട് പട്ടികയിൽ പേരുണ്ടായിരുന്നു. CPIMന്റെ പരാതിയിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് നിയമവിരുദ്ധമാണ് എന്നും വൈഷ്ണ പറയുന്നു. ഹിയറിംഗിൽ തന്റെ ഭാഗം കേൾക്കണമെന്ന് വൈഷ്ണയ്ക്കെതിരെ പരാതി നൽകിയ CPIM മുട്ടട ബ്രാഞ്ച് കമ്മിറ്റി അംഗം ധനേഷ് കുമാറും പറഞ്ഞിട്ടുണ്ട്. ധനേഷ് കുമാറിന്റെ മേൽവിലാസത്തിൽ അനധികൃതമായി 20 വോട്ടുകൾ ചേർത്തു എന്ന് കോൺഗ്രസ് മറുത്തും ആരോപിക്കുന്നുണ്ട്. സനീഷ്, ഇത് ഒരു പൊതു അവസ്ഥ. ഇത് മാത്രമല്ല, ഇത് ഒരു പൊതു അവസ്ഥയായി തന്നെ നമ്മൾ കണക്കാക്കണം. കാരണം അപ്പുറത്തിപ്പോൾ VM വിനു, അദ്ദേഹം കോഴിക്കോട് കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കൊക്കെ അവതരിപ്പിക്കപ്പെട്ടയാളാണ്. അദ്ദേഹത്തിനും വോട്ടില്ല എന്ന് തിരിച്ചറിയുകയും നിരാശനായി ഇപ്പോൾ പിൻവാങ്ങേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അവിടെ മാത്രമല്ല, ഇപ്പോൾ CPIMൻ്റെയും സ്ഥാനാർത്ഥികൾ ഇപ്പോൾ കണ്ണൂരിൽ സംഭവിച്ചിട്ടുണ്ട്, ഇടുക്കിയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല സ്ഥലത്തും ഈ നിലയ്ക്ക് സ്ഥാനാർത്ഥികൾക്ക് തന്നെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നവർക്ക് വോട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ് മാറേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് പക്ഷേ ഒരു പ്രത്യേക കേസാണ്. കോടതിയിലെത്തിയിരിക്കുന്നു, ഹൈക്കോടതി ഒരു നിലപാടെടുത്തിരിക്കുന്നു. എന്താ തോന്നുന്നു? ഇതിനകത്ത് കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നിയമപരമായിട്ട് എനിക്കറിയില്ല. കാരണം എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഒരു എതിർ കക്ഷി വന്നിട്ട് ഇതിൽ സാങ്കേതികമായിട്ട് പ്രശ്നമുണ്ട്, സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇക്കാര്യത്തിൽ നോക്കേണ്ടത്. അതായത് തെരഞ്ഞെടുപ്പ് എന്ത് സാങ്കേതികമായ പ്രോസസ്സ് കൂടെയാണ്, വൈകാരികമായിട്ടോ അല്ലെങ്കിൽ മറ്റോ ഉള്ളതല്ല. നിയമത്തിനാൽ സാങ്കേതികമായിട്ട് തന്നെ നിബന്ധിക്കപ്പെട്ട ചില സംഗതികളാണ്. അപ്പോൾ സാങ്കേതികമായിട്ട് ഇയാൾ ഈ വോട്ടർ പട്ടികയിൽ പേര് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അഡ്രസ്സ് തെറ്റാണെന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഗതി ഇല്ലാതെ തള്ളിക്കളയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുടെ വോട്ടർ പട്ടികയിലുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഈ പറയുന്ന വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണ സുരേഷിൻ്റെ പേര് നീക്കം ചെയ്തതിന് ഉണ്ടാകും എന്നാണ് വിചാരിക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അതേസമയം കോടതി ഇന്ന് ചൂണ്ടിക്കാണിച്ചത് നമ്മൾ അതിൻ്റെ കോടതി ഉദ്ദേശിച്ച അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ കൃത്യവുമാണ്. കാരണം 24 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി, ഒരാൾ വന്നിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി വരുന്നു. കേരളത്തിലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അവരെ സ്ഥാനാർത്ഥിയായിട്ട് വെക്കുന്നു. അപ്പോൾ 24 വയസ്സുള്ള ഒരാൾ
തെരഞ്ഞെടുപ്പ് പ്രോസസ്സിൽ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാനായിട്ട് ഉത്സാഹപൂർവ്വം വരുമ്പോൾ ഒരു സാങ്കേതിക പ്രശ്നം പറഞ്ഞിട്ട് അദ്ദേഹത്തെ അവരെ ഒഴിവാക്കുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിച്ച ഭാഗത്തിനൊപ്പം ഞാനും നിൽക്കും. കാരണം അങ്ങനെയല്ല, അത് മത്സരിക്കണം. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അത് പരിഹരിച്ചു കൊടുത്ത് അവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ട് അവർ നിശ്ചയമായിട്ടും സ്ഥാനാർത്ഥിത്വ സംഗതിയിലേക്ക് വരണം, മത്സരിക്കണം, ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യണം. അതൊക്കെ അങ്ങനെ നടക്കണം. അല്ലാതെ ചെറിയൊരു ഒരു പേരെഴുതിയതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടായി, ഒരു സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാനാർത്ഥിയുടെ വോട്ട് തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. പക്ഷേ അപ്പോഴും ഈ അഭിപ്രായം ഞാൻ പറയുമ്പോഴും ഇതിനെല്ലാം ഒരു സുഘടിതമായിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ടാകുമല്ലോ. ആ പ്രോസസ്സിൽ എന്തോ കുഴപ്പം ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ ഇതിൻ്റെ പല ലെയർ കടന്നിട്ട് ആ പേര് അതിൽ വരാത്തത് എന്ന സംശയം എനിക്കുണ്ട്. കോടതി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട്, കോടതിയാണല്ലോ എന്നതുകൊണ്ട് അതിനെ വിശ്വസിച്ചുകൊണ്ട് അത് ശരിയാണ് എന്ന അഭിപ്രായത്തിൽ ഞാൻ നിൽക്കുന്നു എന്നേ ഉള്ളൂ. എന്താണ് സംഭവിക്കാൻ നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ അതിനകത്ത് ഒരു കാര്യമുള്ളത് ഹർഷ, ഇതിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾ നല്ല ജാഗ്രത കാണിക്കണം. ഇപ്പോൾ തന്നെ അവിടെ ബി എം ബിനുവിൻ്റെ കാര്യം ഹർഷം പറഞ്ഞല്ലോ. നമ്മൾ നേരത്തെ വാർത്താസമ്മേളനം കണ്ടു. DCC പ്രസിഡന്റ് ബി എം ബിനുവായിട്ട് എടുത്ത് വാർത്താസമ്മേളനം നടത്തിയാണ്. ബി എം ബിനുവിന് വോട്ടവകാശമില്ല, അദ്ദേഹം വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് ഇവരറിയുന്നത് ഇന്ന് രാവിലെയാണ്, അല്ലെങ്കിൽ ഇന്ന് വാർത്താസമ്മേളനം നടന്നതിന് തൊട്ട് മുമ്പാണ്. അങ്ങനെയാണോ അതിൻ്റെ കാര്യം വേണ്ടത്? അതും കടന്നിട്ട് DCC പ്രസിഡന്റ് അദ്ദേഹത്തിന് അടുത്തിരുന്നിട്ട് പറയാണ്, ബി എം ബിനുവിന് വോട്ടില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ച് എൻ്റെ പേര് നോക്കി, ഉണ്ടോ വോട്ടർ പട്ടികയിൽ, ഞാനാകെ ബേജാറായി എന്ന്. അതെന്തൊരു വർത്തമാനമാണ്. ഒരു DCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കാര്യത്തിലേക്ക് പോകുമ്പോൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നല്ലേ നോക്കേണ്ടത്. ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഒരാളെ പ്രഖ്യാപിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര്, വൈഷ്ണയുടെ കാര്യം പിന്നീട് തള്ളപ്പെട്ടതാണ്, ബി എം ബിനുവിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ബി എം ബിനു എന്ന പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടോ എന്ന് ആദ്യം നോക്കേണ്ടത് ആരാണ്? അദ്ദേഹം സിനിമാ സംവിധായകനാണ്, ഇവിടുത്തെ സെലിബ്രിറ്റിയാണ്, കോഴിക്കോട്ട് അദ്ദേഹത്തെ അറിയാത്ത ആളുകളുണ്ടോ? ഇതൊക്കെ ശരി. പക്ഷേ അതിപ്പോൾ സെലിബ്രിറ്റി മോഹൻലാൽ ആണെങ്കിലും സനീഷ് ആണെങ്കിലും ഒരേ സ്റ്റാറ്റസേ ഉള്ളൂ വോട്ടർ പട്ടികയിൽ. വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ മോഹൻലാലിന് സ്ഥാനാർത്ഥിയാകും, വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ സനീഷ് സ്ഥാനാർത്ഥിയാകും. മോഹൻലാൽ മഹാനായിട്ടുള്ള സെലിബ്രിറ്റിയാണ് എന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു എക്സ്ക്യൂസ് ഇല്ല, ബി എം ബിനുവിനും ഇല്ല എന്നിവർ മനസ്സിലാക്കണ്ടേ. അപ്പോൾ ഇവരല്ലേ ആദ്യം ഇത് പരിശോധിക്കേണ്ടത്. എനിക്കത് പറയാൻ അവകാശമുണ്ട്. കാരണം ഞാൻ എൻ്റെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞാൻ വോട്ട് ചെയ്തത് എൻ്റെ നാട്ടിലാണ്, പാനൂരിനടുത്ത് മൊകേരിയിലാണ് വോട്ട് ചെയ്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെയും ദീർഘകാലമായിട്ട് അവിടെയാണ് വോട്ട് ചെയ്യുന്നത്. ഇത്തവണ ഞാൻ ഇവിടെയാണല്ലോ താമസം എന്നുള്ളതുകൊണ്ട് ഞാൻ തൃക്കാക്കരയിലേക്ക് എൻ്റെ വോട്ട് മാറ്റി. ഞാൻ മുൻകൈ എടുത്ത് അവിടെയും ഇവിടെയും പറഞ്ഞ് എൻ്റെ വോട്ടവകാശം ഞാൻ ഇങ്ങോട്ട് മാറ്റുകയാണ്. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ്, ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് ഒരുപാട് മുമ്പ് ഞാൻ ബന്ധപ്പെട്ട ആളുകളോട് എൻ്റെ പേരുണ്ടോ എന്ന് ചോദിക്കുന്നു. ഈ ഓൺലൈൻ സംവിധാനം വഴി എൻ്റെ പേര് അതിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്നു, പരിശോധിക്കുന്നു, അതിനുവേണ്ട ആളുകളെ കാണുന്നു, ആളുകളോട് സംസാരിക്കുന്നു. ഒരുപാട് പണിയൊന്നുമില്ല ഇത്. വെറുതെ ആ രാഷ്ട്രീയ പ്രവർത്തകർ ഇത് ചെയ്യുന്ന ആളുകളോട് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു രാഷ്ട്രീയ പാർട്ടിയോട് താല്പര്യമുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയോട് നേതാക്കളോട് പറഞ്ഞാൽ, അവിടുത്തെ പ്രാദേശിക കക്ഷികളോട് പറഞ്ഞാൽ അവർ ചേർക്കും. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോട് താല്പര്യമാണെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ ചേർത്തോളും. എന്നിട്ട് നമ്മളവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് നമ്മുടെ കാര്യമാണ്. വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും അത് ഉറപ്പുവരുത്തേണ്ടതും പ്രാഥമികമായിട്ട് വോട്ടർമാരുടെ കാര്യമാണ്, ആണല്ലോ. പിന്നെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആൾക്ക് അധിക ബാധ്യതയുണ്ട്, ഞാൻ അതിനകത്ത് ഉണ്ടല്ലോ എന്ന് നോക്കാൻ. ഇവർ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് നോക്കാതെയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. പ്രഖ്യാപിച്ചിട്ട് ഇവർ പോയിട്ട് വോട്ട് പിടിക്കുന്നത് എങ്ങനെയാണ്? ഞാനിത് ഈ കോൺഗ്രസ്സുകാരെ മാത്രമായിട്ട് പറയുകയല്ല. ആന്തൂരിൽ അവരുടെ പാർട്ടിയുടെ CPM-ൻ്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെയും MP ഗോവിന്ദൻ അവിടെ പരസ്യമായിട്ട് ഇവരെ വിമർശിച്ചു. നിങ്ങൾ ജനങ്ങളുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച അവസാനം വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുകൊണ്ട് ഒഴിവാക്കേണ്ടി വരുന്നത് എന്ന്. അതിപ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് സംഭവിക്കുന്നില്ല. പിന്നെ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ പണ്ട് രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പാർട്ടി കൊള്ള വോട്ട് ചേർക്കുന്നു എന്ന് CPM ആരോപണം ചോദിച്ചപ്പോൾ രമേശ് ചെന്നിത്തല ചോദിച്ചു, ഞങ്ങളുടെ പാർട്ടിക്കാർ നല്ല വോട്ട് തന്നെ ചേർക്കുന്നില്ല, പിന്നെയാണോ കള്ള വോട്ട് എന്ന് അദ്ദേഹം തന്നെ ചോദിച്ചൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഇന്നത്തെ ബൈറ്റ് എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ പ്രസ്താവന എന്ന് പറഞ്ഞിട്ട് ഒരു കോളം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് ആ DCC പ്രസിഡന്റിനെയാണ്. അദ്ദേഹം പറഞ്ഞാണ്, അതായത് പിന്നെ ബി എം ബിനുവിൻ്റെ പേര് വോട്ടർ പട്ടികയില്ല എന്നറിഞ്ഞ് ഞാൻ ബേജാറായിട്ട് എൻ്റെ പേരുണ്ടോ എന്ന് നോക്കി. ഇവരാദ്യം നോക്കണം ഈ പേര് മര്യാദക്കാണോ, ചേർത്തിട്ടുണ്ടോ, ഈ വോട്ടർ ആയിട്ട് വോട്ടവകാശമുണ്ടോ, വോട്ടർ പട്ടികയിൽ പേരുണ്ടോ, വോട്ടർ പട്ടികയിലുള്ള ഒരാളെയല്ലേ, അത് ഇതേ മണ്ഡലത്തിൽ മത്സരിക്കാനൊക്കെ പറ്റുന്ന ഒരാളെയല്ലേ ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് വെക്കുന്നത്. ഇനി വോട്ടർ പട്ടികയിലില്ല, മറുപക്ഷത്തെ പാർട്ടിക്കാരെന്തോ പാര വെച്ചിട്ട് ഈ കാര്യത്തെ ഒഴിവാക്കിയിട്ടുണ്ട്, അതെങ്ങനെ ഉള്ളിലേക്ക് ചേർക്കണം, ഈ പണിയെല്ലാം ചെയ്യണം. ഈ പണിയെല്ലാം ചെയ്തതിന് ശേഷമാണ് പറയേണ്ടത്. അല്ലാതെ ആ പണിയൊന്നും ചെയ്യാതെ വന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തൊരു വോട്ട് ചോരിയാണ് ഇവർ നടപ്പാക്കുന്നതെന്ന് പറയരുത്. ഒന്ന്, ഇതൊരു സാങ്കേതിക സംവിധാനമാണ്, ഇത് ആളുകൾ മനുഷ്യർ പണിയെടുത്തുണ്ടാക്കുന്നതാണ്. BLO-മാരെ പോലുള്ള ആളുകൾ പല ഘട്ടങ്ങളിലായിട്ട് വളരെ കഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണിത്. ആ പ്രോസസ്സിനകത്ത് നമ്മുടെ കൂടെ അധ്വാനം ഒരല്പം ഒന്ന് വിനിയോഗിക്കുന്നത് എല്ലാവർക്കും നന്നാകും എന്ന് ഞാൻ ഈ കോഴിക്കോട്ടെ കാര്യത്തിൽ പറയുകയാണ്. വൈഷ്ണവ് സുരേഷിൻ്റെ കാര്യത്തിൽ പക്ഷേ അതല്ല സംഭവം. വൈഷ്ണവ് സുരേഷിൻ്റെ കാര്യത്തിൽ കോടതി പറഞ്ഞതിനൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. കാരണം സാങ്കേതികമായിട്ടുള്ള കാരണം പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള ആൾ രാഷ്ട്രീയ പ്രക്രിയയിലേക്ക് പുറത്തേക്ക് വരുമ്പോൾ അവരെ സാങ്കേതിക പ്രശ്നം പറഞ്ഞ് ഒഴിവാക്കരുത്. അതിനകത്ത് വൈഷ്ണവ് സുരേഷ് പ്രത്യേകമായിട്ട്, ഇപ്പോൾ അവർക്ക് 24 വയസ്സേ ഉള്ളൂ, അവരൊരു ദീർഘകാലത്തേക്ക് പാർട്ടി ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിൽക്കുകയാണെങ്കിൽ അവർ ആദ്യം മനസ്സിലാക്കേണ്ടത് വൈഷ്ണവ് സുരേഷ് വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്ന് നമ്മുടെയും മറ്റ് വോട്ടർമാരുടെയൊക്കെ കാര്യം ഉറപ്പാക്കുന്ന ഒരു പാർട്ടി നേതാവായിട്ട് നിങ്ങൾ വളരണം എന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുക.
പക്ഷേ ഈ കാര്യത്തിൽ സനീഷ് ഇപ്പം പറഞ്ഞല്ലോ, ഈ വി എം വിനുവിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് അതിനോട് ചേർത്ത് തന്നെയാണ് എനിക്ക് ഈ വൈഷ്ണവ് സുരേഷിൻ്റെ കാര്യത്തെയും ഞാൻ കാണുന്നത്. കാരണം ഇവിടെയും കോൺഗ്രസിന് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട്, പാർട്ടിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. കാരണം ആ വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടാതിരിക്കാനുള്ള കാരണവും അതിൻ്റെ സാഹചര്യവും എന്താണ് എന്നുള്ളത് പാർട്ടി തിരിച്ചറിയണം. മാത്രമല്ല ഈ വിഷയങ്ങളൊക്കെ അതൊരു ജനറൽ വാർഡാണ്. അത് നമ്മൾ ആ കാര്യം അത് ചില കൗതുകങ്ങൾ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുതരുന്നുണ്ട്. കാരണം ഒരു ജനറൽ വാർഡിലേക്ക് സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനറൽ വാർഡിൽ വനിതാ സ്ഥാനാർത്ഥികളെ തൽക്കാലം രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് മത്സരിപ്പിക്കാൻ അധികം ശ്രമിക്കാറില്ല. പലയിടത്തും മത്സരിക്കുന്നുണ്ട്, പക്ഷേ വളരെ കുറവാണ്. കാരണം എന്താണ്, 50% സംവരണം ഉള്ളയിടത്ത്, വനിതകൾക്കുള്ളിടത്ത് അതിൽ കൂടുതൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം പതിയെ അങ്ങ് ഒഴിവാക്കുക ചെയ്യുന്നത്. കാരണം മറ്റ് പുരുഷ നേതാക്കന്മാർ ധാരാളം പേര് ഇടിച്ചു നിൽക്കുന്നുണ്ടാവും. വൈഷ്ണവ് സുരേഷിൻ്റെ ഒരു ജനറൽ വാർഡാണ്. തിരുവനന്തപുരത്ത് ഒത്തിരി പേർക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അവിടെ വൈഷ്ണവ് സുരേഷിനെ മത്സരിപ്പിക്കാനാണ് പാർട്ടി തീരുമാനിക്കുന്നത്, ആലോചിക്കുന്നത്. അപ്പോൾ ആ തീരുമാനം അവിടെ എത്ര പേർക്ക് തൃപ്തികരമാണ് എന്നുള്ള സംശയം വേറൊരു തരത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ യഥാസമയം പരിശോധിച്ചോ അവിടുത്തെ പാർട്ടി നേതൃത്വം, പ്രാദേശിക നേതൃത്വം എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട് പാർട്ടി. അല്ലെങ്കിൽ വി എം വിനുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതാണ്. ഇത് ഞാൻ വേറൊരു കാര്യം കൂടി പറയാം, ഇത് CPM-ലും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണം എൻ്റെ നാട്ടിൽ അവിടെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാനായിട്ട് ഒരു ST വനിതാ സംവരണമാണ് ആ വാർഡ്. അത് ഒരാളെ കണ്ടെത്തി അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ വീട്ടിൽ 5 പേർക്ക് വോട്ടുണ്ട്, സ്ഥാനാർത്ഥി ആക്കാൻ ഉദ്ദേശിച്ച ആൾക്ക് വോട്ടില്ല എന്നുള്ളത് കണ്ടെത്തുക. അവസാനം പിൻവലിക്കേണ്ടി വന്നു, വേറെ ആളെ കണ്ടെത്തേണ്ടി വന്നു. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ, അല്ലെങ്കിൽ കോൺഗ്രസിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. എങ്ങനെയാണ് ഈ 5 പേർക്ക് വോട്ടുണ്ടായിട്ട് ഇവർക്ക് വോട്ടില്ലാതെ പോകുന്നത്? അത് ഇത്തരത്തിലുള്ള ചില കണക്കുകൂട്ടലാണ്. കാരണം ഇവർ ചിലപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി വന്നേക്കുമെന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒഴിവാക്കലൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അതായത് കോൺഗ്രസ്സുകാർ എല്ലാ സ്ഥലത്തും അങ്ങനെ നിഷ്ക്രിയരാണെന്നല്ല, വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നവരും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതിനകത്ത് ഇതിൽ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ 24 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിക്ക് ഇങ്ങനെ സാങ്കേതിക കാരണങ്ങളാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം നിഷേധിക്കരുതെന്ന് വ്യക്തമാക്കുന്നു എന്ന്. പക്ഷേ ഒരൊറ്റ പ്രശ്നം ഇതിനകത്തുള്ളത് എന്താണെന്നറിയോ? ഇത്തരത്തിൽ സാങ്കേതികതയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് സമ്പൂർണ്ണമായ സംഘടനകളെ മുന്നോട്ട് നയിക്കുന്നത്. സാങ്കേതികതയാണ്. ഇപ്പം മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, ഉദാഹരിച്ചതുപോലെ മമ്മൂട്ടിയുടെ ഉദാഹരണമുണ്ട്. സനീഷ് ഓർക്കുന്നുണ്ടാവും, ഒരു 10-20 വർഷം മുമ്പായിരിക്കും മമ്മൂട്ടി ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വരികയാണ്. വോട്ട് ചെയ്യാൻ വരുമ്പോൾ അദ്ദേഹം ID കാർഡ് എടുക്കാൻ മറന്നുപോയി. മമ്മൂട്ടിയാണ് വന്നിരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന ഒരു ഏജന്റിനും മമ്മൂട്ടി വോട്ട് ചെയ്ത് പോകുന്നതിൽ ഒരു പരാതിയുമില്ല. പക്ഷേ ഈ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഇങ്ങനെ കാർഡ് ചോദിച്ചു. അപ്പോൾ കാർഡ് എടുത്തിട്ടില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം എന്താ ചെയ്തത്, ആ വരാന്തയിൽ നിന്നിട്ട് കാറ് പറഞ്ഞു വിട്ടു. അപ്പോൾ നോക്കുമ്പോൾ എന്താ, അദ്ദേഹം കാർഡ് എടുക്കാൻ മറന്നു. അദ്ദേഹം മമ്മൂട്ടി ഇങ്ങനെ അവിടെ മറ്റു വോട്ടർമാരോട് ഐഡന്റി കാർഡിന്റെ ആവശ്യമില്ല, തിരിച്ചറിയാന്നുള്ള ഒരു അതാ പറഞ്ഞത്. എന്നിട്ട് പോയി ID കാർഡ് തിരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടാണ് അദ്ദേഹം വോട്ട് ചെയ്തിട്ട് പോയത്. അപ്പോൾ അതാണ് അങ്ങനെ സൂക്ഷ്മമായ സാങ്കേതികത ഇതിലെല്ലാത്തിലും ഉണ്ട്. പിന്നെ ഈ കേസിൽ എന്താ സംഭവിച്ചത്? വൈഷ്ണവ കേസിൽ പരാതി ഇപ്പോൾ CPM പറയുന്നത് സെപ്റ്റംബറിൽ പരാതിപ്പെട്ടതാണെന്നാണ്. സെപ്റ്റംബറിൽ പരാതിപ്പെട്ടതാണ്. അതിന് കാരണം എന്താണ്? അവിടെ താമസിക്കുന്നവരല്ലാത്ത ആളുകൾ അവിടെ വോട്ട് ചേർക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞു. പ്രാദേശികമായി പരിശോധിച്ചപ്പോൾ ധനേഷ് കുമാർ പരാതി കൊടുക്കുന്നത് ഇയാൾക്കെതിരെ മാത്രമല്ല 7 പേർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് CPM വിശദീകരിക്കുന്നു. അത് ബാക്കി പിന്നീട് കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തായാലും അവർ വിശദീകരിക്കുന്നത് 7 പേരുടെക്കെതിരെ പരാതി കൊടുത്തവരുടെ വോട്ട് ഇവിടെ നിന്ന് ഒഴിവാക്കിച്ചിട്ടുണ്ട്. കാരണം താമസിക്കുന്നവരല്ലാത്ത ആളുകൾ അവരുടെ വോട്ട് ഇവിടെ ചേർത്തിരിക്കുന്നു. അത് ഒരു കാര്യം, ഒരു കോർപ്പറേഷനിൽ എവിടെ താമസിച്ചാലും ഇപ്പോൾ അവരുടെ മറ്റ് കുടുംബാംഗങ്ങളുടെ എല്ലാം വോട്ട് മറ്റൊരു സ്ഥലത്താണ്. അപ്പോൾ അവരൊക്കെ എവിടെ താമസിച്ചാലും അവർക്ക് ഇവിടെ മത്സരിക്കാവുന്ന സ്ഥിതിയേ ഉള്ളൂ. പക്ഷേ പിന്നീട് എന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഇവരുടെ മാത്രം വോട്ട് ഇങ്ങനെ വന്നത് എന്നുള്ള കാര്യത്തിലുള്ള സംശയം നിലനിൽക്കുകയാണ്. പിന്നെ സത്യവാങ്മൂലം കൊടുത്തപ്പോഴും ഒരു പ്രശ്നമുണ്ടായി. വൈഷ്ണവയോട് ഈ കാര്യത്തിൽ സത്യവാങ്മൂലം ആവശ്യപ്പെട്ട് സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ പറയുന്നത് എന്താണ്, ഞാൻ അവിടെ എൻ്റെ കുട്ടിക്കാലം മുതൽ ജീവിച്ച ആളാണ് എന്ന് പറയുന്നുണ്ട്. അതിൽ ഈ നമ്പറിൽ പിഴവ് സംഭവിച്ചതാണ് എന്നുള്ളൊരു വാദം കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. ആ പിഴവ് സംഭവിച്ചതാണെങ്കിൽ അത് ആ സത്യവാങ്മൂലത്തിൽ അതൊക്കെ ഉൾപ്പെടുത്തണ്ടേ? ഇത് പിഴവ് സംഭവിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ മട്ടിലുള്ള ഒരു പരിശോധനയല്ലേ അവിടെ ഉണ്ടാവുക. പിഴവ് സംഭവിച്ചതാണ് എന്നുള്ള ഒരു നിലപാട് ഈ കാര്യത്തിൽ വൈഷ്ണവ് പറഞ്ഞിട്ടില്ല എന്നുള്ള പ്രശ്നമുണ്ട്. മാത്രമല്ല മറ്റേ വീട്ടിൽ യഥാർത്ഥ ഈ നമ്പർ നമ്മൾ വായിച്ച നമ്പറിലെ താമസക്കാർ അവരും സത്യവാങ്മൂലം കൊടുത്തു കോർപ്പറേഷന്. ഭാര്യയും ഭർത്താവുമായിട്ട് ഞങ്ങൾ താമസിക്കുന്ന വീടാണ്, വേറൊരാളും ഇവിടെ ഇല്ല എന്ന ആ വീട്ടിൽ താമസിക്കുന്നവരും പരാതി കൊടുത്തിട്ടുണ്ട്. ഈ സാങ്കേതികയുടെ നൂലാമാലയിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും. ഇത് ഈ തിരുവനന്തപുരത്ത് മാത്രം, മുട്ടടയിൽ മാത്രം, വൈഷ്ണയ്ക്ക് മാത്രം സംഭവിച്ച ഒരു പ്രത്യേക പ്രതിഭാസമായി അവതരിപ്പിക്കുന്നതാണ് അബദ്ധം. ഇത് കേരളത്തിലെ എല്ലാ പാർട്ടികളിലും പലയിടത്തായി സംഭവിച്ചു. ഇതെന്ന് വെച്ചാൽ ഈ
ആക്ച്വൽ പാർട്ടിയുടെ നേതൃത്വത്തിന് പറ്റിയ വീഴ്ച മറ്റേ പാർട്ടിക്കാർ പാരവച്ചാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കാൻ അതാണ് അവനവന്റെ വീഴ്ച. അത് അടുത്ത പാർട്ടിയുടെ തലയിൽ ചാരിയിട്ട് വോട്ട് ചോരി. ഒന്നാമത് ഈ വോട്ട് ചോരി എന്നൊക്കെയുള്ളത് വളരെ ഗൗരവമുള്ള ഒരു ആരോപണമാണ്. അത് ആ ഗൗരവമുള്ള ആരോപണം ആ ഗൗരവത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചിട്ടുള്ളത്. അതിനെ ബാക്കി എവിടെയും ആ പ്ലഗിൽ തിരികാം എന്നുള്ള മട്ടിൽ കൈകാര്യം ചെയ്യുന്നത് അബദ്ധമാണ്. വൈഷ്ണവ് സുരേഷിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടത് തികച്ചും സാങ്കേതികമായ കാരണങ്ങളെ മുൻനിർത്തിയാണെന്നാണ് ഇപ്പോൾ കോടതി വിശദീകരിക്കുന്നത്, അല്ലെങ്കിൽ കോടതി മനസ്സിലാക്കുന്നത്. ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെ സാങ്കേതികത്വവും അനാവശ്യ ഇടപെടലും ഒന്നും മത്സരത്തിനൊരുങ്ങുന്ന ഒരു ചെറുപ്പക്കാരിയെ നിരുത്സാഹപ്പെടുത്താനോ പിന്തിരിപ്പിക്കാനോ ഇടയാക്കരുത് എന്ന് തന്നെയാണ് RDXൻ്റെയും പൊതുവായ ഒരു വിലയിരുത്തൽ. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഉടൻ തന്നെ പൂർണ്ണ സജ്ജരായി അത്യാവേശത്തോടെ തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങിയ ആളാണ് വൈഷ്ണവ്. ചെറുപ്പത്തിൻ്റെ ചുറുചുറുക്കോടെ പ്രചാരണത്തിനും അവർ തുടക്കം കുറിച്ചിരുന്നു. എന്തായാലും സാങ്കേതികത്വങ്ങളെല്ലാം മറികടന്ന് ആരോഗ്യകരമായ ഒരു മത്സരത്തിന് മുട്ടട വാർഡിൽ കളമൊരുങ്ങട്ടെ എന്നാണ് RDX ആശംസിക്കുന്നത്. എന്തായാലും കോടതി അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല, അതൊന്നും പരിശോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് സാങ്കേതികത്വത്തിൽ അങ്ങനെ ഒരു കമൻ്റ് ഉണ്ടായതെന്ന് ഞാൻ കരുതുകയാണ്.